സോ അച്ഛൻ അവിടെ ചക്ക ഇടുവാന്ന് എനിക്കൊരു സംശയമുണ്ട്. രാവിലെ ചായക്കടയിൽ നിന്ന് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? വാവ്, പരിപ്പുവട. ദോശ. അമ്മ രാവിലെ തന്നെ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഇതും നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അമ്മ പുട്ടൊക്കെ ഉണ്ടാക്കി. എൻ്റെ കൂടെ ദാ കൊള്ളിയുടെ ഒരു കറിയാണ്. ദെൻ യു ഹാവ് ചമ്മന്തി. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ബീച്ചിലേക്കാണ്. അപ്പോൾ ടുഡേ ഈസ് ആർ ലാസ്റ്റ് ഡേ ഇൻ കേരള. അപ്പോൾ ഇന്ന് കുട്ടികളെ കൊണ്ട് ഞങ്ങൾ ബീച്ചിലേക്കും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പോകെ അറിയാം, നമുക്കറിയത്തില്ല എന്താണെന്നൊക്കെ, വലിയ പ്ലാനിങ് ഒന്നുമില്ല, അങ്ങനെ പോവാണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫാമിലിയും പിന്നെ അങ്ങനെ അമ്മയും പിക്ക് ചെയ്തിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതെല്ലാവരും പാലിക്കണം. ഫുഡ് റെസ്ട്രിക്റ്റഡ്, ഫുഡ് റെക്കമെൻഡഡ്. ഇത് നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ബി ഗുഡ്. അവരൊക്കെ റെഡിയായി. സന്ധ്യ എന്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് സ്നേഹതീരം അവിടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. സോ നേരെ നമ്മൾ ബീച്ചിലേക്ക് പോകാം. നട്ടുച്ചയ്ക്കാണ് ഗൈസ് നമ്മൾ വന്നത്. ഭയങ്കര വെയിലാണ്. എങ്കിലും നോ ഇഷ്യൂസ്, നമുക്ക് നേരെ പോയിട്ട് പിന്നെ വേറെ സ്ഥലത്തേക്ക് പോകാം. സോ ഇവിടെ പാർക്കിങ്ങിന് യു ഷുഡ് പേ. സോ ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ട്. വന്നിട്ട് ഒരു പാർക്കുണ്ട് കൊച്ചു കുട്ടികളുടെ. പക്ഷെ ഭയങ്കര വെയിലായതുകൊണ്ട് എങ്ങനെയാണ് കുഞ്ഞാൽ കളിക്കുക. സോ ഇവിടെ ഒരു ഫൺ പാർക്കുണ്ട്. സോ കടൽ അവിടെയാണ്. ഇവിടെ നല്ല തണുപ്പില്ലേ? ഇവിടെ നല്ല കൂളാണ്, കൂൾ പ്രതീകമാണ്. ഇവിടെയൊക്കെ ബോട്ടും എനിക്കൊന്ന് ഇതിലൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടായിരിക്കും അല്ലേ? ഇവരൊക്കെ പോവായിരിക്കും അല്ലേ മീൻ പിടിക്കാൻ? ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ കടലിൻ്റെ അങ്ങോട്ടൊന്നും അങ്ങ് പോകുന്നു.
നിൽപ്പുണ്ട്. അവിടെതാ കുട്ടികൾക്ക് കഴിക്കാനൊക്കെ ഓരോന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെയാണ് സംഭവം. സോഡ സർബത്ത് കുടിക്കുകയാണ്. ഞങ്ങൾ പോയി കഴിച്ചിട്ട് വരാം. നമുക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ. ആൻഡ് there is one children park also. ഇങ്ങനെ കുറേ നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഓൾറെഡി ഡ്രസ്സൊക്കെ ഊരി കടലിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. റെഡി ആയിരിക്കുകയാണ് കടലിലേക്ക് ഇറങ്ങാൻ. ദൈവമേ, ഓരോരുത്തർ മുങ്ങി കുളിക്കുകയാണ്. Remove your chappal. എല്ലാരും ചെരുപ്പ് ഊരിയിട്ട് പൊക്കോ. പിടിച്ചോടാ അമ്മമാര്. എന്നെ ടച്ച് ചെയ്തിട്ടേ പോകത്തുള്ളൂ നിങ്ങൾ. അവർ കുറേ ദൂരത്തേക്ക് പോകുന്നതുകൊണ്ട് അവിടുന്ന് വോളണ്ടിയേഴ്സൊക്കെ ഇതടിക്കുകയാണ്. എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട. എന്താ എന്നെ ടച്ച് ചെയ്യാൻ വരികയാണോ? യു cannot touch me. അവിടെ തന്നെ പറയുവാനിതാദ്യമായി വിഴികൾ എന്നെ ടച്ച് ചെയ്യാൻ വരികയാണോ? കാലം പോൽ അനുരാഗഗാനം പോലെ ഒരു കുഞ്ഞു പാട്ടായി വരും, ഒരു കുഞ്ഞു പാട്ടായി വരും. ഈശ്വര
വീണ ഷാ ഒക്കെ നനച്ചാ. കുഞ്ഞാ നനച്ചാടാ ഫുള്ള്. എന്താ എഴുതുന്നേ? CR7. നീ എന്താ എഴുതുന്നേ? ബിയ. അവനൊരു പേടിയില്ല. ദേ പിടിച്ചോണേ. കുഞ്ഞുട്ടോ, കുഞ്ഞാ ആദ്യം പിടി. അയ്യോ ചേട്ടൻ ഫുള്ള് നനഞ്ഞോ? അവനെ പിടിക്കുന്നോണ്ട് പണ്ട് പറയും കടലമ്മ കള്ളിന്ന് എഴുതി കഴിഞ്ഞാൽ കടലമ്മയ്ക്ക് ദേഷ്യമാണ്, എന്നിട്ട് കടലമ്മ വന്ന് മായ്ക്കുമെന്ന്. അത് നമുക്ക് നോക്കാലോ, മായ്ക്കുമെന്ന് നോക്കാലോ. കടലമ്മ കള്ളിന്ന് പണ്ട് പറയാറില്ലേ, കടലമ്മ കള്ളിന്ന് എഴുതിയാ വന്ന് വായിച്ചിട്ട് പോകും. അല്ലല്ലേ, സ്പെല്ലിംഗ് തെറ്റിയോണ്ട് മനസ്സിലായില്ലേടി. ആദി പിള്ളേരവരുടെ മാക്സിമം എൻജോയ് ചെയ്യുക. ബിക്കോസ് അവർക്ക് ഇതൊന്നും വലിയ ഇതല്ലല്ലോ. അതൊരു വലിയ തിരയാണെന്ന് തോന്നുന്നു. എൻ്റെ കടലമ്മ കള്ളി മായ്ക്കുമോ നീ? ഇല്ല, ഈ തിരയിലും മായ്ച്ചിട്ടില്ല. യോ ഓ മായ്ച്ച് കൊള്ളാം, അടിപൊളി, നൈസ് കടലമ്മേ. അപ്പം അത് സത്യമാണ് കേട്ടോ, കള്ളീന്ന് എഴുതുന്നത് ഇഷ്ടമല്ല കടലമ്മയ്ക്ക്. ഭയങ്കര guys
ഒന്നും നനക്കില്ല എന്നും പറഞ്ഞ് വന്ന വ്യക്തികളാണ്. മൊത്തം നനഞ്ഞ് ഫുൾ കുളിച്ചിട്ടാണ് വരാൻ പോകുന്നത്. മഹേഷ് ഏട്ടൻ ഫുൾ നനഞ്ഞ്. വാവ്, അടിപൊളി. ഷർട്ട് വരെ നനഞ്ഞ്. ഇനി എങ്ങനെയാ ഫുഡ് കഴിക്കാനൊക്കെ? ഐ ഡോണ്ട് നോ. മതി ഇനി വാ. ഇവിടെ ഒരു കക്ക ഒന്നുമില്ല ഇതില്. അത് നല്ല കളർ. ഇത് രാമ ഗ്രീൻ കളറാണ്. സോ ഇവർ മൊത്തം നനഞ്ഞ്. ഇനി ഞങ്ങൾക്ക് വിശന്ന് കുടൽ വരുന്നു. അവിടെ പട്ടമൊക്കെ പറപ്പിക്കാനുള്ള പരിപാടിയിലാണ്. കുട്ടികളെയൊക്കെ വെച്ച് നല്ല രസമാണ്. ചുറ്റി നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു ഷെയ്ഡ് നോക്ക്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഓരോ സൃഷ്ടി. ബട്ടർഫ്ലൈ പോലെ ലവ് മാതിരി അത് പൊട്ടിച്ച്. ഞാൻ രണ്ടാമത് വരെ വിളിക്കാൻ വന്നേ. ഇവർക്ക് ഇവിടുന്ന് വരണമെന്നേ ആഗ്രഹമില്ല. വാടാ ഇങ്ങോട്ട്. എത്ര സമയമായി? വാ 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 വാ. ഞങ്ങൾ ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞിട്ട് തൃപ്രയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ ആനന്ദ് ഭവനിൽ കയറാം ഫുഡിന് വേണ്ടിയിട്ട്. ഓക്കെ, ആനന്ദ് ഭവൻ. മുകളിലുണ്ടോ? സോ മുകളിലുമുണ്ട്, താഴെയും ഇതേപോലെയാണ്. എന്താ ഇവിടെ നീ കാണിച്ച് നോക്കി നടക്കും? So we'll go and അമ്മയുടെ വന്ന് പോയാൽ മതി. വ്ലോഗ് ചപ്പാത്തില്ല. ഒരെണ്ണം ഇരിക്കുന്നു. എന്ത് പറയാ? ഇത് പേര് വന്ന് മോർ കറി. യെല്ലോ കറി. ഇന്നലെ വരെ ഉള്ളത് തോന്നുന്നു. ഇവരുടെ വെജ് ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. ചേച്ചിയാണ്. എല്ലാവരും ആക്രാന്തത്തോടെ ഇരിക്കുകയാണ്. ആക്രാന്തമായതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കുന്നില്ല. പക്ഷെ അടിപൊളിയാണ്. സൂപ്പറായിരുന്നു ആനന്ദ് ഭവൻ. ഞാനിവിടെ വേറൊരു ഓഫറുണ്ട്. ഡെയിലി ലഞ്ച് ബഫേ. ദാറ്റ് ഈസ് 12 മണി തൊട്ട് 3:30 വരെ. അൺലിമിറ്റഡ് ഫുഡാണ്. 140 രൂപയുള്ള എത്ര വേണമെങ്കിലും എടുക്കാം. ഓക്കെ ആയിട്ടാണ് ഗൈസ് ഇത് വീണ്ടും ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ആനന്ദ് ഭവൻ സൂപ്പറാണ് കേട്ടോ. മനുഷ്യട്ടൻ വിചാരിക്കുക ഇവളെന്താ ഈ വീഡിയോ എടുക്കുന്നത്. ലാസ്റ്റ്
ബട്ട് നോട്ട് ദ ലീസ്റ്റ്. പനീർ ചില്ലി വന്നിരിക്കുകയാണ്. ബാക്കി ഒരു ചെറിയ പായസം അതെനിക്ക് വേണം. വൈകയ്ക്ക് നമ്മളൊരു ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചു. വാ ചേട്ടനും വാ. വർണ്ണ വെഡിങ് ആണ്. അവിടെ പോയി നോക്കാം. അവിടെ ചോദിക്കാമല്ലോ, കാണുമല്ലോ. ഈ കടയിലൊന്നുമില്ല. അവർക്ക് ബാഗി ജീൻസാണ് വേണ്ടേ. സോ ഞങ്ങളിനി ഒരു വൈമോൾ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പോവാം. നിന്റെ ബർത്ത്ഡേ മാർച്ചാടാ. ശരി, നിന്റെ ബർത്ത്ഡേ മാറ്റി വെക്കാം. ഇപ്പോൾ തൃപ്പയാർ ജംഗ്ഷനിലാണ്. നമ്മളിപ്പോൾ ഒരു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. മാക്സ് ഇവിടെ ഉണ്ടല്ലോ. ഓ, അത് ബാഗ്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഇതൊരു ചേർച്ചാണ്. ഇപ്പോൾ കൊടകരയിലുള്ള മാക്സിലേക്കാണ് വന്നിരിക്കുന്നത് വൈകയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. ലെറ്റ്സ് ഗോ ടു മാക്സ്. ഞാൻ പോയി നളിനി അമ്മയുടെ മരുന്ന് വാങ്ങിക്കാം. ഇവിടെ നോക്കാമല്ലോ. സോ നമ്മളിപ്പം കൊടകരയിലുള്ള മാക്സിലാണ്. സോ യു ക്യാൻ സീ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ്. സോ വൈകയ്ക്ക് ബാഗി ജീൻസിന് വേണ്ടി ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പോകണം. ഇവിടുത്തെ ലെഗിൻസ് കണ്ട് $399, $299 ബാക്ക് ബ്രീഫ്. നൈസ്. കുഞ്ഞാ കം ദിസ് സൈഡ്. ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ മേളിൽ.
ഇവിടെ എവിടെ അടി കിഡ്സിൻ്റെ ആണല്ലോ എല്ലാം, കൊച്ചുകുട്ടികളുടെ ആണല്ലോ. ഓ ദി അതർ സൈഡ്. ഇങ്ങനെയല്ലേ പറഞ്ഞു. ചെരുപ്പൊന്നും ഇല്ലല്ലോ, എന്നല്ലേ ഷൂ വാങ്ങിച്ചു തന്നെ. ഇങ്ങനത്തെ ആണല്ലോ. അതെ അതർ സൈഡ് അവിടെ നോക്കും. അതെ, സാച്ചുവിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്. ഇവിടെ കുട്ടികളുടെ സെക്ഷനാണേ, ഇവിടെ ഒന്നുമില്ല. താഴെ എത്ര ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് ആക്ച്വലി ഉള്ളത്. പക്ഷെ ആ കുട്ടി നമ്മുടെ അടുത്ത് അമ്മണി ഇപ്പുറത്തെ സൈഡിലാണ് കേട്ടോ, ഗേൾസിൻ്റെ. കൊടകരയിലുള്ള മാക്സിലെ കളക്ഷൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇറ്റ് ഈസ് ഗുഡ്. സോ ഇതൊക്കെ ലേഡീസിൻ്റെ സെക്ഷനാണ്. ആൻഡ് യു ഹാവ് ദി അതർ സെക്ഷൻ ഓൾ ഗൈസ്. ഇതാണ് ഫിറ്റിംഗ് റൂം. ഷോപ്പാണല്ലോ. ഒക്കെ നമ്മൾ ബോയ്സിൻ്റെയും കൊച്ചുകുട്ടികളുടെയൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു സെക്ഷനിൽ.